ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് ഹൈക്കോടതി. ശബരിമലയുടെ പവിത്രതയെ ബാധിക്കരുത്. കർശന നിർദ്ദേശങ്ങളോടെയാണ് കോടതി അനുമതി നൽകിയത്. സാമ്പത്തിക കണക്കുകളിൽ സുതാര്യത വേണം. പ്രതിനിധികൾക്ക് പ്രത്യേക പരിരക്ഷ നൽകരുതെന്നും കോടതി നിർദ്ദേശിച്ചു. അയ്യപ്പ സംഗമം നടത്താൻ കോടതി വിധി കൂടുതൽ പ്രചോദനമായെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. നിലവിൽ വരുന്ന തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. സർക്കാരിന്റെ പണമോ ബോർഡിന്റെ പണമോ ധൂർത്തടിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ശബരിമലയുടെ വികസനം മാത്രമാണ് ലക്ഷ്യമെന്നും വേണ്ടി വന്നാൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളെ വീണ്ടും ക്ഷണിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. അത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ പണം ധൂർത്തടിക്കാനോ അല്ലെങ്കിൽ ബോർഡിന്റെ പണം എടുത്ത് ചെലവഴിക്കാനോ അല്ല. സ്പോൺസർമാർ തന്നെ ഇക്കാര്യത്തിൽ മുന്നോട്ട് വന്ന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നു. അത് കൃത്യമായി എത്രയാണ് അതിൻ്റെ വരവെന്നും എങ്ങനെയാണ് ചിലവെന്നുള്ളത് കൃത്യമായി കോടതിയെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലാണ് ആ കാര്യങ്ങൾ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സുതാര്യമാണ് ആഗോള അയ്യപ്പ സംഗമം. ബഹുമാനപ്പെട്ട കോടതി ഈ വിഷയത്തെ സംബന്ധിച്ചോളം നടത്തിയിട്ടുള്ള പരാമർശങ്ങളും അതിലെ വിധിയും സ്വാഗതം ചെയ്യുന്നു. വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നതിന് ഞങ്ങൾക്ക് വേറൊരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. കാരണം ഞങ്ങൾക്കിതിൽ ശബരിമലയുടെ വികസനം മാത്രമാണ് ഞങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന് വേണ്ടി അഭ്യർത്ഥിക്കുവാനുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് RB സനൂപ് തിരുവനന്തപുരത്ത് നിന്ന്. ആദ്യം ലിഡിയയിലേക്ക്. ലിഡിയ, ഇന്നലെ ഒരു ചെറിയ നിരീക്ഷണം വന്നപ്പോൾ തന്നെ ചെറിയൊരു അങ്കലാപ്പ് സർക്കാർ വൃത്തങ്ങളിൽ ഉണ്ടായിരുന്നു, CPM-നകത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒരു പോസിറ്റീവായ അനുമതി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചതോടെ പൂർണ്ണമായ ഒരു പച്ചക്കൊടി കിട്ടിയ പ്രതീതിയാണ് സർക്കാരിനകത്തുള്ളത്. പക്ഷേ എങ്കിൽ കൂടിയും അതിൻ്റെ ചെലവ് അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പിലൊക്കെ ചില കൺസേണുകൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൊത്തത്തിൽ വിധിയെ സർക്കാർ എങ്ങനെയാണ് എടുക്കുന്നതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കോടതി വിധിക്ക് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമോ? ഇന്നലെ കോടതി ചില ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിന് എന്താണ് സർക്കാരിന് ഇതിലൊരു റോൾ ഉള്ളതെന്ന് സംബന്ധിച്ചൊക്കെ കോടതി ചോദിച്ചിരുന്നു. എങ്ങനെയാണ് ഇത് സർക്കാർ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇതിന്റെ ഫണ്ട് സമാഹരണം എങ്ങനെയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറച്ചു നാളായി ഈ ഹർജി വന്നത് മുതൽ കോടതി അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു വന്നിരുന്നു. ഇന്നലെ തന്നെ അത്തരത്തിലൊരു അങ്കലാപ്പ് സർക്കാരിനും ദേവസ്വം ബോർഡിനും ഇതിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. പക്ഷേ ഇന്ന് വന്നിരിക്കുന്ന ഉത്തരവ് അത് ആശ്വാസകരമായിട്ടുള്ള ഉത്തരവ് തന്നെയാണ്. സർക്കാരിനും ദേവസ്വം ബോർഡിനും അത് വലിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും കർശനമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതിൽ കോടതി സർക്കാരിനും ദേവസ്വം ബോർഡിനും മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശബരിമലയുടെ പവിത്രതയെ അത് കാത്തു സൂക്ഷിക്കുന്ന രീതിയിലായിരിക്കണം പ്രവർത്തനങ്ങൾ. അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിനെ ഒരു തരത്തിലും ബാധിക്കരുത്, ശബരിമലയുടെ പവിത്രതയെ ബാധിക്കരുത്, അത് വിശ്വാസികളുടെ കാര്യങ്ങളെ അത് ഒരു തരത്തിലും ബാധിക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ആദ്യമായി നൽകുന്നത്. മറ്റൊന്നുള്ളത് ഈ കണക്കുകൾ സംബന്ധിച്ച് എങ്ങനെയാണ് ഫണ്ട് സമാഹരണം, അതെങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്ന് സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം അത് സർക്കാരിലേക്ക് അടക്കം ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കോടതിയിലേക്ക് അടക്കം ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ അടക്കം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശമുണ്ട്. അതായത് വരവ് ചെലവ് കണക്കുകൾ അത് സുതാര്യമായിരിക്കണം, സാമ്പത്തിക സുതാര്യത ഇതിൽ പാലിക്കണമെന്നാണ് കോടതി നിർദ്ദേശമുള്ളത്. മാത്രമല്ല ഇതിലെ കണക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് ദേവസ്വം ബോർഡ് നൽകുകയും ചെയ്യണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഈ VIP-കൾ അതായത് ഇതിൽ ക്ഷണിക്കപ്പെടുന്ന അതിഥികളുമായി ബന്ധപ്പെട്ടും ഒരു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഇതിൽ എങ്ങനെ ഈ മാനദണ്ഡം VIP-കളുടെ മാനദണ്ഡം എങ്ങനെയാണ്, എന്താണ് അതിൽ കണക്കാക്കേണ്ടത്, എങ്ങനെയാണ് ആ ഒരു മാനദണ്ഡം തീരുമാനിക്കേണ്ടത്, അവരെ എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയും കാര്യങ്ങളും വരുത്തണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിൽ ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുള്ളത് ഒരു പ്രത്യേക പരിരക്ഷയോ ഒരു പരിഗണനയോ അത്തരത്തിൽ ക്ഷണിക്കപ്പെടുന്ന പ്രത്യേക അതിഥികൾക്കോ അല്ലെങ്കിൽ പ്രതിനിധികൾക്കോ ഒന്നും തന്നെ നൽകേണ്ടതായിട്ടില്ല. ഈ ഒരു പ്രത്യേക ബാഡ്ജോ കാര്യങ്ങളോ ഒന്നും തന്നെ അത്തരത്തിലുള്ള ഒരു പരിരക്ഷയോ ഒന്നും തന്നെ ഈ പ്രത്യേക പ്രതിനിധികൾക്ക് നൽകേണ്ടതില്ല. ഈ VIP-കൾ പങ്കെടുക്കുന്നത് അയ്യപ്പന്മാരുടെ ആത്മീയമായിട്ടുള്ള അവകാശങ്ങളെ ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല എന്നതുകൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയ ഒരു സംഗമം നടത്തുമ്പോൾ അതിന് പരിസ്ഥിതിയെ അത് സാരമായി ബാധിക്കാത്ത രീതിയിൽ വേണം അത്തരത്തിലൊരു സംഗമം നടത്താൻ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി കർശനമായിട്ടുള്ള നിരീക്ഷണങ്ങളും സുരക്ഷയും അതിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിസ്ഥിതിയെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ, അവിടെയുള്ള ചുറ്റുപാടുകളെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ വേണം
അയ്യപ്പ സംഗമം നടത്താൻ, മാത്രമല്ല മറ്റ് വിശ്വാസികളെ, അതായത് സംഗമത്തിലെത്താത്ത സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇതിൽ വരുത്തരുത് എന്ന് കൂടി കോടതി നിർദ്ദേശമുണ്ട്. മാത്രമല്ല ഈ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ഒക്കെ ബന്ധപ്പെട്ട് ഒരു വലിയ ആശങ്ക പ്രകടിപ്പിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു. അതിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണവും അതുപോലെ തന്നെ കൃത്യമായ ഒരു സംവിധാനങ്ങളും ഉറപ്പുവരുത്തണം. ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തണം. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ ഒരു കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. സുരക്ഷയും, അതായത് ഭക്തരുടെ സുരക്ഷയും മറ്റ് ആരോഗ്യ സംവിധാനങ്ങൾ, അത് മെഡിക്കൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഉറപ്പാക്കിയ ശേഷം മാത്രമേ ഇത് നടത്താൻ സാധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അങ്ങനെ വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആണ് ഇപ്പോൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം. അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുക തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, മന്ത്രി അടക്കമുള്ള ആളുകൾ അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാട് തന്നെയാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. സൈഫുദ്ദീൻ.